ഒരു പാർട്ടിക്കുലർ ടൈമിൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്യരുത്, അവിടെ തന്നെ നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ ആദ്യം തന്നിട്ട് ആവാം ബാക്കി കാര്യങ്ങൾ. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് കാരണം എന്താന്ന് വെച്ചാൽ, അന്നെന്ന് പറഞ്ഞാൽ അത്ര ലോങ് ഒന്നല്ല, അടുത്തിടയ്ക്ക് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഡള്ളായി കരഞ്ഞു പിഴിഞ്ഞ് ഇരുന്ന് വെറുതെ സ്വന്തം കാലിബറും ടാലന്റും കളയണ്ട, മുന്നോട്ട് കയറി എന്നുള്ള രീതിയിലാണ് ഞാൻ സംസാരിച്ചത്. പക്ഷെ ഇപ്പൊ ആള് ഭയങ്കര വാക്കുകൾ വളച്ചു കുടിക്കുന്നു, വെള്ള പൂശുന്നു, ഭയങ്കരമായിട്ട് ഉള്ള പോലെ സംസാരിക്കുന്നില്ല. അതും ഇത്രയും പബ്ലിക്കലി സൊസൈറ്റിയിൽ ഇത്ര ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വേറൊരു കോൺട്രവേഴ്സി നടക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജാസ്മിന് മാത്രം എന്തിനാണ് ഇത്രയും ഒരു പ്രിവിലേജ്, അല്ലെങ്കിൽ എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ജാസ്മിൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഈ കൺഫെഷൻ റൂമിലോട്ട് ഒരു പാരന്റ് കുട്ടി കണക്ഷൻ വരുന്നത് ഒന്നില്ലെങ്കിൽ തീവ്രമായ അസുഖം, വയ്യായിക, ഹോസ്പിറ്റൽ കേസ്, ഡെത്ത് കേസ്, അത്രയും എമർജൻസി ഉള്ള കാര്യങ്ങൾ മാത്രമാണെങ്കിൽ ആണ് ഈ ഒരു സംസാരിക്കാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് സമയം കൊടുത്തു. അത് കണ്ടസ്റ്റൻസിനേക്കാൾ കൂടുതൽ മനുഷ്യത്വമാണ് വലുതെന്ന് ബിഗ് ബോസ് ഇന്നലെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവരോടും മനുഷ്യത്വം കാണിക്കുക എന്നതാണ് അതിൻ്റെ ഒരു മാന്യത. അപ്പോൾ ബ്ലോക്കായിട്ട് അത്രയും സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരാൾക്ക് ബിഗ് ബോസ് എന്താ 2 മിനിറ്റ് സമയം കൊടുത്തുള്ളൂ. അത് മാത്രമല്ല, അതിനുശേഷം പിന്നെ ഒരു സംസാരവും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. 2 ദിവസം മുമ്പ് ബ്ലോക്കാന്നും പറഞ്ഞ് വാപ്പ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു. അതിനുശേഷം പ്രേക്ഷകർ തന്നെ പറയുന്നു അയാൾ നെക്സ്റ്റ് ഡേ ബേക്കറി കണ്ടു എന്നുള്ളത്. എൻ്റെ ചെറിയൊരു അഭിപ്രായത്തിൽ, എൻ്റെ ചെറിയൊരു അറിവിൽ, ഈവൻ ബ്ലോക്കുള്ള ഒരു വ്യക്തി, ഹോസ്പിറ്റലിലോട്ട് പോകുന്ന ബ്ലോക്കുള്ള ഒരു വ്യക്തിക്ക് എണീറ്റ് നടക്കാനുള്ള പെർമിഷനോ സംസാരിക്കാനുള്ള പെർമിഷനോ ഒന്നുമില്ല. കാരണം ലിക്വിഡ് ഫുഡായിരിക്കും കൂടുതലും കഴിക്കുന്നുണ്ടാവും. അത്രയും ബോഡി റെസ്റ്റിൽ പോകേണ്ട സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണല്ലോ ഈ ഒരു കണക്ഷനും കൺഫെഷൻ റൂമിലോട്ടുള്ള വിളിക്കലും കോളും കാര്യങ്ങൾ വന്നു എന്ന് നിങ്ങൾ പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പറയപ്പെടൽ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ഈ വ്യക്തി ബേക്കറിയിൽ കണ്ടു എന്ന് പറയുമ്പോൾ ഈ 2 കാര്യങ്ങൾ തമ്മിൽ എനിക്കൊരു മാച്ചും ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, ഫസ്റ്റ് തിങ്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് വയ്യായ വന്നു വെച്ചാൽ ബേക്കറി പോകാൻ പാടില്ല എന്ന്. വയ്യായ വന്നാൽ ബേക്കറി പോകാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. വയ്യായയുടെ തീവ്രത പുറത്തേക്കും അകത്തേക്കും തന്നിരിക്കുന്നതിന്റെ ഡെപ്ത് ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഉള്ളൊരു ചോദ്യമാണ് വന്നത്, ഇതിപ്പോ എങ്ങനെ ബേക്കറിയിൽ പോകാൻ പറ്റുന്നുള്ളത്. അത് മാത്രമല്ല, ഇന്നലെ ലാലേട്ടൻ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അപ്പൊ ഒരു ബ്ലോക്കെല്ലാം ചോദിക്കുമ്പോൾ ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ അതിനെ വേഗം ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ വേറൊരു കാര്യം അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്കാലം തൊട്ടേ സ്കൂളിൽ നിന്നുള്ള ബോയ് ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോൾ കടിച്ചും മാന്തിയും ഒക്കെയാണ് സംസാരിക്കാറുള്ളത്. ലവ് കോമ്പോ പാടില്ല എന്ന് പുറത്തേക്ക് പോയിട്ടുണ്ട്. ലവ് കോമ്പോ ആണെങ്കിൽ നന്നായിട്ട് പോകുന്നു ആ കുട്ടി. എൻ്റെ മോള് വിചാരിച്ചു എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും പാരൻസിനെ ചോദ്യം ചെയ്യുക ഒന്നുമില്ല. ഐ റെസ്പെക്ട്. ഓക്കെ, വൈ? ബിക്കോസ് മാതാപിതാക്കളുടെ ഒരു ടെൻഷനും പെയിനും അവസ്ഥയും കാര്യങ്ങളെല്ലാം നമ്മൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിരുന്ന മോളുടെ ഒരു കാര്യം സംസാരിക്കേണ്ട വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതെടുക്കരുതെന്ന് പറഞ്ഞു, ഇത് കട്ട് ചെയ്തു. പിന്നെ അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള എല്ലാവരോടും തൊട്ടും മാന്തിയും പിടിച്ചും കടിച്ചും ഒക്കെ സംസാരിക്കാം. കാരണം അവിടെ അങ്ങനെ ഒരു എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് ആവുമല്ലോ. പക്ഷേ ഗബ്രിയോട് മാത്രമാണ് ജാസ്മിന് ഫ്രണ്ട്ഷിപ്പ് തോന്നിയത്. അപ്പൊ ഇന്നലെ പല ആൾക്കാരും ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്ത് തന്നെ ആണെങ്കിലും എന്നുള്ളൊരു വാക്ക് വന്നപ്പോൾ ആസ് എ പേഴ്സൺ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ലവ് അല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തിട്ടുള്ള സംസാരം ഞാൻ കണ്ടില്ല. അപ്പോ എനിക്ക് ഈ ഹോസ്പിറ്റൽ കേസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് എന്ന് നമുക്കിപ്പോൾ വിശ്വസിക്കാം. കാരണം ഇപ്പോൾ ലാലേട്ടൻ ഇന്നലെ വന്നപ്പോഴും ഹോസ്പിറ്റൽ കേസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചതെന്നുള്ളൊരു കാര്യം പറഞ്ഞു. ആ ഒരു ഇതിലാണെങ്കിൽ ഓക്കെ, പുള്ളി കുറച്ച് ചിലപ്പോൾ മെന്റലി പവറുള്ള ആളായിരിക്കും, അതുകൊണ്ടായിരിക്കും പുള്ളിയെ പിറ്റേ ദിവസം ബേക്കറിയിൽ കണ്ടതും. അതല്ലാത്ത പക്ഷം ജാസ്മിൻ ഇപ്പോൾ പുറത്തെ കളിയും പുറത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബ്ലൈൻഡ് ആയിട്ടിരിക്കുന്നു, ഇവള് മാത്രം പുറത്ത് നടക്കുന്ന എന്താ കാര്യം എന്ന് അറിയുന്നു. അപ്പോൾ വേണമെങ്കിൽ ഗെയിം മാറ്റി പിടിക്കാനും എല്ലാത്തിനും ചാൻസ് ഉണ്ട്. കാരണം ബെസ്റ്റ് ചാൻസ് ആണ് ജാസ്മിന് ഇപ്പോൾ ഉള്ളത്. പുറത്തെ അവസ്ഥ അറിഞ്ഞിട്ടാണ് ജാസ്മിൻ അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരർത്ഥമില്ല. കാരണം ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് പ്രിവിലേജ് ഉള്ളത്. സോ ആൾക്ക് പെട്ടെന്ന് ഗെയിം വിന്നാവും. പക്ഷെ അതിനും ടെൻഷൻ വേണ്ട. കാരണം പുറത്തെ ആൾക്കാർ ഇതാണ് പറയണതെന്ന് കണ്ടിട്ടും ജാസ്മിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു മാറ്റമോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോഴും ജബ്രിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കേസ്, ഹോസ്പിറ്റൽ കേസിലത്തെ ആ ഒരു ടോപ്പിക്കാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് അങ്ങനെ ഒരു പക്ഷാഭേദം എന്നുള്ളൊരു സംസാരത്തിന്റെ ആവശ്യമില്ല. അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി ഒലയ്ക്കാം. ഇവിടെ കൂടുതലും ഒരു കോൺട്രവേഴ്സി വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, പുറത്ത് പാപ്പ പറയുന്നു പാപ്പ ബേക്കറി കണ്ടു എന്ന് പറയുന്നു, അത്ര വലിയ അസുഖമില്ല എന്ന് പറയുന്നു, അകത്ത് ഭയങ്കര അസുഖമാണ്, തീവ്രമായ രീതിയിൽ മുന്നോട്ട് പോയി എന്നുള്ള രീതിയിൽ പറയുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും എല്ലാം
വന്നിരിക്കുന്നത്. എസ്പെഷ്യലി വിവിന്റെ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വിവി ആ പാരന്റ്സ് ആയിട്ട് സംസാരിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ലൈക്ക് ഇനിയിപ്പം ബുദ്ധിയുള്ള ഒരാളായിരുന്നെങ്കിൽ പെട്ടെന്ന് കളിച്ച് കയറി അങ്ങ് പോകുമായിരുന്നു. പക്ഷെ 2 മിനിറ്റ് ബിഗ് ബോസിന്റെ സാന്നിധ്യത്തിലാണ് സംസാരിച്ചതെന്ന് പറയുന്നു. പിന്നെ ആകെ മൊത്തം ടോട്ടലി ഇറ്റ്സ് എ ഗെയിം. അത് ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? ബിഗ് ബോസ് തന്നെയാണ്. സോ അങ്ങനെ ഒരു ലൈക്ക് എനിക്ക് ടോട്ടലി നല്ല രീതിയിൽ കൺഫ്യൂഷൻ തോന്നി. വയ്യാന്ന് പറയുന്നു, ബേക്കറി കണ്ടു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ പുറത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ആ വ്യക്തി അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഷീ ഡോണ്ട് ഡിസേർവ്. അതാണ് എനിക്ക് സിംപിളി പറയാനുള്ളൂ. പിന്നെ ചാനൽസിനും ബിഗ് ബോസിനും ഒക്കെ പ്രേക്ഷകരെ പറ്റിച്ചൊന്നും നേടേണ്ട ആവശ്യമില്ല. സോ ഐ ബിലീവ് ബിഗ് ബോസ്. താങ്ക് യു.